വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്ത: കേരള മനസാക്ഷിയെ നടുക്കിയ പെരിയ ഇരട്ടക്കൊലക്കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. CPIM മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം തടവും കോടതി വിധിച്ചു. കൊച്ചി പ്രത്യേക CBI കോടതിയുടേതാണ് വിധി. അക്രമ രാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസാണിതെന്ന് വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടി. വിധിപ്പകർപ്പ് 24-ന് ലഭിച്ചു. അക്രമരാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസെന്ന ആമുഖത്തോടെയാണ് കോടതി ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചതായി കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ 1 മുതൽ 8 വരെയും 10, 15 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും മുൻ MLAയും CPIM നേതാവുമായ KV കുഞ്ഞിരാമനടക്കം 14, 20, 21, 22 പ്രതികൾക്ക് 5 വർഷം തടവും വിധിച്ചു. 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ ഓരോ ലക്ഷം രൂപ വീതം 2 സെക്ഷന് 1 ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. ബാക്കി 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈനും. അപ്പീലുമായി കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള മറ്റു നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വിധിയുടെ പകർപ്പുകൾ ലഭിക്കാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം ഇന്നും വാദിക്കുകയുണ്ടായി. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ല. പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ലെന്നും മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് വിധി പ്രഖ്യാപിച്ചത്. 24 പ്രതികളിൽ 10 പേരെ നേരത്തെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ശിക്ഷാവിധി കേട്ട് പൊട്ടിക്കരഞ്ഞ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ. കല്യാട്ടെ സ്മൃതി മണ്ഡപം വികാരനിർഭര കാഴ്ചകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ലഭിച്ചത് ആശ്വാസമാണെന്നും 10 പേരെ വെറുതെ വിട്ടതിനെതിരെ നിയമ പോരാട്ടം തുടരുമെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. 6 വർഷമായി കാത്തിരിക്കുന്നു. ഞങ്ങളെ മക്കളെ ഇല്ലാതാക്കി ശിക്ഷ കിട്ടാൻ വേണ്ടിട്ട്. കൃപേഷിന്റെ അമ്മ ബാലാമണിയുടെ കണ്ണീരിലുണ്ട് അവർ നേരിട്ട വേദനയുടെ ആഴം. ഒപ്പം 6 വർഷം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ചതിന്റെ ആശ്വാസവും. എറണാകുളം CBI കോടതിയിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ കല്യോട്ടെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപത്തിൽ വൈകാരിക നിമിഷങ്ങൾ. നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രതികൾക്ക് വധശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹിച്ചതെന്നും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. വിധി ആശ്വാസമുണ്ട്, ആശ്വാസമില്ല എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കി തൂക്കുകയർ വരെ പോവാമെങ്കിലും കിട്ടിയതിലത്തേക്ക് ഞങ്ങൾ ഒരു പരിധിവരെ തൃപ്തരാണ്. ശിക്ഷ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് സന്തോഷമാണ്. പൂർണ്ണ തൃപ്തരല്ല. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിക്കാത്തതിൽ ഇരു കുടുംബങ്ങൾക്കും നിരാശയുണ്ട്. ഒപ്പം 10 പ്രതികളെ വെറുതെ വിട്ടതിലും. കോൺഗ്രസ് നേതൃത്വത്തോട് ആലോചിച്ച് നിയമപോരാട്ടം തുടരാനാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങളുടെ തീരുമാനം. കല്യോട്ട് നിന്നും ടീം 24. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി CPIM-നേറ്റ തിരിച്ചടിയെന്ന് കോൺഗ്രസ്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബവുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കും. 10 പ്രതികളെ വെറുതെ വിട്ടതിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. കൊലക്കത്തി താഴെ വയ്ക്കാൻ CPIM തയ്യാറാകണമെന്ന് KK രമ MLA ആവശ്യപ്പെട്ടു. കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. അത് ആദ്യത്തെ സംഭവമല്ലേ? ഇതുപോലൊരു പൊതുക്കേസിൻ്റെ അകത്ത് എങ്ങനെ ഇതുവരെ ഒരു കേസിൻ്റെ അകത്തും അങ്ങനെ വിധി വന്നിട്ടില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. സോ അതിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഇതോടെ തെളിഞ്ഞത്
ഈ കൊലപാതകത്തിലെ CPMന്റെ പങ്കാണ് വളരെ കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. CPM നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണ് ഇതിനെ വിളിപ്പിക്കേണ്ടത്. വേറെ ഒരു കാരണവും രാഷ്ട്രീയമല്ലാതെ അതിനില്ല. പാർട്ടിക്ക് പങ്കില്ല എന്ന് അവരുടെ പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഈ കൊലവാൾ താഴെ വെക്കാൻ എന്നാണ് ഈ പാർട്ടി തയ്യാറാവുക? ഇത്രയും നേതാക്കന്മാർക്ക് ശിക്ഷ കിട്ടിയിട്ടും ഇനി ഞങ്ങൾ ആ തരത്തിൽ നീങ്ങുന്നില്ല എന്ന് പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു വിഷയം ഇപ്പോഴും ഇരിക്കുകയാണ്. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന CPIM വാദത്തിന്റെ വായടപ്പിക്കുന്നതാണ് ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി. മുൻ MLAയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ അടക്കം കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ CPIM നേതാക്കളാണ്. ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയിൽ ഇല്ലാതിരുന്ന നേതാക്കളും ശിക്ഷിക്കപ്പെട്ടത് സർക്കാരിനും തിരിച്ചടിയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും പ്രതിസ്ഥാനത്ത് വരുമ്പോഴെല്ലാം CPIM സ്ഥിരം ഒരു പല്ലവി പാടും: പാർട്ടിക്ക് പങ്കില്ല. ഈ വാദത്തെ തകർത്ത് തരിപ്പണമാക്കുന്നതാണ് CBI കോടതിയുടെ വിധി. കോടതി കുറ്റം കണ്ടെത്തി ശിക്ഷ വിധിച്ചവരിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുതൽ സാധാരണ അംഗം വരെയുണ്ട്. മുൻ MLA KV കുഞ്ഞിരാമനാണ് അതിൽ പ്രധാനി. നേതാക്കൾ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടതോടെ പാർട്ടിക്ക് പങ്കില്ലെന്ന വാദം തെറ്റാണെന്ന് വ്യക്തമാക്കുകയാണ്. എങ്കിലും വെറുതെ വാദിക്കാമെന്ന് മാത്രം. പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഉണ്ടായ ഒരു സംഭവമല്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ്. ഇന്നും അത് തന്നെയാണ് കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടും പറയുന്നത്. രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ CPIMനെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കും എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയുന്നത്. കൊലപാതക കേസിൽ CPIMന്റെ മുൻ MLAയും ജില്ലാ സെക്രട്ടറി അംഗമായ ഒരു നേതാവിന് ശിക്ഷ ലഭിക്കുന്നത് സമീപകാലത്ത് ഇതാദ്യമാണ്. TB വധക്കേസിൽ കോഴിക്കോട്ടെ നേതാവ് P. മോഹനൻ പ്രതിയായതാണ് ചരിത്രത്തിലെ മറ്റൊരു സംഭവം. എന്നാൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ CPMനെതിരായിട്ടുള്ള ഗൂഢാലോചന പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. CPIM ഈ കേസിൽ ഗൂഢാലോചന നടത്തി പ്രതികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന പ്രശ്നം ഈ കേസിൻ്റെ വിധിയുടെ ഭാഗമായിട്ട് തന്നെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. CPIMന്റെ കാസർകോട്ടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു മുൻ MLA KV കുഞ്ഞിരാമൻ. കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ ആ സാധ്യതയും അടഞ്ഞു. 24 തിരുവനന്തപുരം. 5 വർഷം തടവൊരു പ്രശ്നമല്ലെന്ന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട CPIM മുൻ MLA KV കുഞ്ഞിരാമൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും KV കുഞ്ഞിരാമൻ പറഞ്ഞു. 5 വർഷം ഒരു വിഷയമല്ല. താങ്കൾ അടക്കമുള്ളവർ ഇതിൽ പങ്കില്ല എന്ന് ആർക്കൊണ്ടിരുന്നപ്പോഴാണ് ശിക്ഷ വരുന്നത്. അതിപ്പോഴും വസ്തുതയായി തന്നെ നിൽക്കും. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. CBIക്കെതിരെ വിമർശനവുമായി ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റൊരു CPIM നേതാവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ K. മണികണ്ഠൻ രംഗത്തെത്തി. കൂട്ടിലിട്ട തത്തയ്ക്ക് യജമാനനെ അനുസരിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനിടെ പ്രതികളെ കാണാൻ CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ കോടതിയിലെത്തി. ശിക്ഷിക്കപ്പെട്ടത് പാർട്ടിക്കാരായതുകൊണ്ട് കാണാൻ വന്നു എന്നാണ് CN മോഹനന്റെ പ്രതികരണം. അല്ല, അവർ കാണാൻ വേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. അവർ കമ്മ്യൂണിസ്റ്റുകാരില്ലേ, അത്രേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് കോടതി ഇനിയും കോടതി ഉണ്ടല്ലോ. അപ്പോൾ ആ കോടതികളെല്ലാം നിശ്ചയിക്കട്ടെ. അതുവരത്തേക്ക് നമ്മൾ പ്രഖ്യാപിച്ചിട്ട് എന്നാണ് നമ്മുടെ കോടതി പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് പാർട്ടി വിശ്വാസമല്ല പ്രശ്നം. ഇന്ത്യൻ പീനൽ കോഡും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയാണെന്നുള്ളതല്ലേ പ്രശ്നം. അവരത് കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ഞാൻ കോടതി വരേണ്ട ആവശ്യമില്ലല്ലോ. കുപ്പായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാണല്ലോ. അത് അവിടുത്തെ പാർട്ടി നിശ്ചയിക്കും. സ്വാഭാവികമായിട്ടും പ്രതികൾ അപ്പീൽ കൊടുക്കുമല്ലോ. അല്ല, അത് പിന്നെ സംശയിക്കാൻ പാർട്ടിയിലുള്ള ആൾക്കാരില്ല, നേതാക്കന്മാരില്ല, അവരില്ല. അതിലും നമ്മൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അതിന്റെ പേരിൽ സ്വാഭാവികമായിട്ട് അവർ കാണുന്നു. കായംകുളം MLA U. പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിനെ നിസ്സാരവത്കരിച്ച് വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നാണ് U. പ്രതിഭയെ വേദിയിലിരുത്തി മന്ത്രിയുടെ ചോദ്യം. താനും വല്ലപ്പോഴും പുകവലിക്കുന്നയാളാണെന്നും ഒരു കെട്ട് ബീഡി വലിക്കുന്നയാളാണ് MT വാസുദേവൻ നായർ എന്നുമാണ് മന്ത്രിയുടെ വിചിത്രവാദം. ഉദ്ദേശിച്ചത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കാനല്ല എന്നാണ് പിന്നീട് പ്രസംഗത്തിൽ സജി ചെറിയാന്റെ വിശദീകരണം. ഞാൻ പോലിക്കുന്നതാണ് വല്ലപ്പോഴും പേടിയെന്ന് പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MT വാസുദേവൻ നായർ വീഡിയോ വലിക്കുമായിരുന്നു. കെട്ടുകണക്കിന് വേണ്ടി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. അങ്ങനെ ചെറുക്കാശീലം. കായംകുളത്ത് S. വാസുദേവൻ പിള്ള രക്തസാക്ഷി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് U. പ്രതിഭ MLA വേദിയിലിരുത്തി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം. പുകവലിക്കുന്നതിനെ നിസ്സാരവൽക്കരിച്ചും എക്സൈസിനെ വിമർശിച്ചും മന്ത്രി രംഗത്തെത്തി. പുകവലിച്ച് FIR എഴുതി ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. FIR റിപ്പോർട്ട് താൻ കണ്ടുവെന്നും അതിൽ കൂട്ടം കൂടി പുകവലിച്ചതായാണ് പറഞ്ഞതെന്നും പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നും മന്ത്രി. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഒക്കെ ഞാൻ വായിച്ചു.
യു പ്രതിഭ MLAയുടെ മകൻ ഉൾപ്പെടെ 9 പേർക്കെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനുമായിരുന്നു എക്സൈസ് കേസെടുത്തത്. എന്നാൽ ഇത് മറച്ചുവെച്ചായിരുന്നു മന്ത്രിയുടെ പ്രസംഗം ചർച്ചയായതോടെ മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ: ഇത്തരം ഒരു സാഹചര്യത്തിൽ അത് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് യാതൊരു പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. പക്ഷേ ചെയ്യേണ്ട രീതി ഇതായിരുന്നു. അവരെ ഉപദേശിക്കുകയും തെറ്റുതിരുത്താണ് അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതിയിൽ പോകാതെ കേസെടുത്തു. അതേസമയം യു പ്രതിഭ MLA മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ വ്യക്തി അധിക്ഷേപങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് യു പ്രതിഭയുടെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആലപ്പുഴ. മന്ത്രി സജി ചെറിയാനെതിരെ പരോക്ഷ വിമർശനവുമായി മന്ത്രി MB രാജേഷ്. കുട്ടികളിലെ പുകവലി നല്ലതല്ല, കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് തടയണം. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതിനെക്കുറിച്ച് അറിയില്ലെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. പുകവലി ഒരു ദുശ്ശീലാണല്ലോ. പുകവലി, മദ്യപാനം ഇതൊക്കെ ദുശ്ശീലങ്ങളാണ്. അപ്പോൾ കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേട്ടില്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ കേട്ടില്ല. ഞാൻ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്തരം ദുശ്ശീലങ്ങൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം കൂടിയാണ്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിലിലേക്ക് എത്താം. അടുത്ത വാർത്ത: ക്ഷേത്രാചാര വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അനാചാരങ്ങളെ എതിർത്താണ് മന്നത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കരണം നടത്തിയതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ശിവഗിരി മഠം നിലപാട് തുറന്നു പറഞ്ഞെങ്കിലും വിഷയത്തിൽ വിവാദം അവസാനിച്ചുവെന്ന മറുപടിയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരണം ഒതുക്കി. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ നടത്തിയ പരാമർശവും അതിനെ പിന്തുണച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെയുമാണ് മന്നം ജയന്തി സമ്മേളനത്തിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വിമർശിച്ചത്. മന്നത്ത് പത്മനാഭൻ ആചാരങ്ങളെ എതിർത്താണ് സാമൂഹിക പരിഷ്കരണം നടത്തിയതെന്നാണ് G സുകുമാരൻ നായർക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. സുകുമാരൻ നായർ പറയാണ്, ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ല. ആചാരങ്ങൾ മാറ്റിയില്ലായിരുന്നുവെങ്കിൽ മന്നത്ത് പത്മനാഭനില്ല. അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നായരെ പോലെ, നമ്പ്യാരെ പോലെ ഒരു പപ്പനാവൻ ഉണ്ടാവുമായിരുന്നു. അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭൻ എന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകരുണ്ടായത്. ക്ഷേത്രാചാരങ്ങൾ മാറണമെന്ന സ്വാമി സച്ചിദാനന്ദയുടെ നിലപാടിൽ ശിവഗിരി എന്ന് എടുത്തു പറഞ്ഞാണ് G സുകുമാരൻ നായർ ഇന്നലെ വിമർശനം നടത്തിയത്. എന്നാൽ ക്ഷേത്രാചാര വിഷയത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിലപാട് പറയാൻ തയ്യാറായില്ല. ശിവഗിരി മഠത്തിലെ ഇന്നത്തെ പ്രസിഡന്റ് സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിൽ എതിരായി സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിന് മറുപടി ആയിട്ട് ശിവഗിരി മഠത്തിലെ സന്യാസി സേട്ടൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് അങ്ങോട്ടും പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടും മറുപടി പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യം ക്ലോസ്. മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയാണ് ക്ഷേത്രാചാര വിഷയത്തിൽ G സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ വിവാദത്തിനില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. അല്ല, അത്തരം ഒരു വിവാദത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ക്ഷേത്രത്തിലെ വസ്ത്രധാരണം സംബന്ധിച്ച് ആരോഗ്യകരമായ ചർച്ച നടക്കട്ടെ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സനാതനധർമ്മത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വേദനാജനകമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഇത് ആത്മീയതയുടെ നാടാണ്. സനാതനധർമ്മത്തെക്കുറിച്ചുള്ള പ്രതികരണം അജ്ഞത മൂലമാണെന്നും ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. Reaction beyond comprehension. Rather than understand the depth of these words, their deep meaning, people tend to be in reaction mode. At a drop of a hat, can ignorance be more in extremity? Can the enormity of their lapse become? സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളി. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സംസ്ഥാനത്തെ കൗമാര പ്രതിഭകളെ സ്വീകരിക്കാൻ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ഒരുങ്ങി. 5 ദിവസങ്ങൾ ഇനി തലസ്ഥാന നഗരത്തിന് ഉറക്കമില്ലാ നാളുകൾ. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് സ്വർണ്ണക്കപ്പിന്റെ 4 ദിവസം നീളുന്ന പ്രയാണം ആരംഭിച്ചത്. തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയിൽ ജനപ്രതിനിധികളും നാട്ടുകാരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. പുത്തിരിക്കണ്ടം മൈതാനത്തിലാണ് ഭക്ഷണപ്പന്തൽ. ഒരേ സമയം 20 വരികളിലായി
5000 പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണം. ഊട്ടുപുരയുടെ ചുമതല പഴയടം മോഹന നമ്പൂതിരിക്ക്. കലോത്സവത്തിനെത്തിയ ആദ്യ ടീമിനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ശ്രീനിവാസൻ തൂണേരി രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കും. വയനാട് വെള്ളാർമല GHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാണ്. ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം ഒന്നാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം നടക്കും. ആദ്യ ദിവസം 24 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. ടീം 24 തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമഗ്ര കവറേജുമായി ടീം 24 സജ്ജം. ടെലി ട്രാൻസ്പോർട്ടിംഗ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഒരുക്കിയാണ് പ്രേക്ഷകർക്കായി 24 കലോത്സവ കാഴ്ച ഒരുക്കുന്നത്. 20 റിപ്പോർട്ടർമാർ ഉൾപ്പെടെ 80 പേരടങ്ങുന്ന സംഘത്തെയാണ് കലോത്സവത്തിനായി 24 നിയോഗിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഓഫീസിൽ നിന്ന് ടെലി ട്രാൻസ്പോർട്ടിംഗ് സാങ്കേതിക വിദ്യയിലൂടെ മത്സരാർത്ഥികൾ കൊച്ചിയിലെ ഫ്ലോറിലേക്കെത്തും. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ കലോത്സവ വേദിയിൽ നേരിട്ടെത്തും. ഗുഡ് മോർണിംഗ് ഷോയും പ്രൈം ടൈം ഷോയും കലോത്സവ വേദിയിൽ നിന്നുണ്ടാകും. സ്റ്റാർ അവതാരകരെല്ലാം തിരുവനന്തപുരത്തേക്കെത്തും. കലോത്സവത്തിനായി പ്രത്യേക ബുള്ളറ്റിനും 24-ലുണ്ടാകും. ഒപ്പം എല്ലാ ബുള്ളറ്റിനുകളിലും കലോത്സവ സ്റ്റോറികളാൽ സമ്പന്നമാവും. വിപുലമായ കവറേജിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും 24 ഒരുക്കി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് പ്രത്യേക ട്രോഫിയും സമ്മാനിക്കും. ഒപ്പം വിദ്യാർത്ഥികൾക്ക് സർപ്രൈസ് സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തിരികെ വാർത്താ സന്ധ്യയിലേക്ക്. സംഗീതത്തിനൊപ്പം വിസ്മയവും തീർക്കുന്ന പരിപാടിയുമായി മംഗനിയാർ സെഡക്ഷൻ മ്യൂസിക്കൽ തിയേറ്റർ. പ്രശസ്ത തിയേറ്റർ സംവിധായകൻ റോയ്സ്റ്റൺ ആബലാണ് ഈ ആശയത്തിന് പിന്നിൽ. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നുള്ള 40-ലധികം ഗായകരും സംഗീതജ്ഞരും അടങ്ങുന്നതാണ് സംഘം. അമേരിക്ക, ഇംഗ്ലണ്ട്, ഇറ്റലി, ഓസ്ട്രിയ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങി 20ഓളം രാജ്യങ്ങൾ പിന്നിട്ടാണ് സംഘം റാഗ്ബാഗിലേക്ക് എത്തുന്നത്. ഈ മാസം 14 മുതൽ 19 വരെ കോവളത്തെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ് റാഗ്ബാഗ് നടക്കുന്നത്. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.